നമസ്കാരം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് റിമി ടോമി. പ്രിയപ്പെട്ട ഗായിക മാത്രമല്ല, ചാനലുകളിൽ ഊർജ്ജസ്വലതയുടെ പര്യായമെന്ന പോലെയുള്ള ആങ്കറുമാണ് മലയാളികൾക്ക് റിമി ടോമി. റിമി ടോമിയുടെ ഫോട്ടോകൾ ഓൺലൈനിൽ തരംഗമാകാറുണ്ട്. തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ആരാധകരുമായി താരം പങ്കുവയ്ക്കാറുമുണ്ട്. നിരവധി ആരാധകരെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ റിമി സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേജിൽ റിമി എത്തിയാൽ ആ വേദി എങ്ങനെ മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് താരത്തിന് നന്നായി അറിയാം. അതുതന്നെയാണ് താരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എല്ലാവരും പറയുന്നത്. ആരാധകർ ഏറെയുള്ള ഗായികയാണ് റിമി. ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനത്തിലൂടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രി നടത്തിയ റിമിയുടെ തുടക്കകാലം കൈരളി ചാനലിലും മറ്റുമായിരുന്നു. ചെറിയ ചെറിയ ഗാനമേളകൾ ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ഗായിക ഇന്ന് അഭിനേത്രിയും അവതാരകയും റിയാലിറ്റി ഷോ ജഡ്ജുമൊക്കെയാണ്. 2008 റിമി ടോമിയുടെ വിവാഹം. ബിസിനസ്സുകാരനായ റോയ്സിനെയായിരുന്നു വിവാഹം കഴിച്ചത്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ ആഡംബരമായാണ് ഈ വിവാഹം നടന്നത്. എന്നാൽ 11 വർഷത്തിനു ശേഷം ഇരുവരും വിവാഹമോചിതരായി. ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. വിവാഹമോചനം ആരുടെയും കുറ്റമല്ലെന്നും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നില്ലെന്നും റിമി ടോമി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നും റിമി ടോമി പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നിലവിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് റിമിയുടെ നിലപാട്. അതേസമയം റോയ്സ് രണ്ടാമത് വിവാഹം കഴിച്ചു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സോണിയയെയാണ് റോയ്സ് വിവാഹം കഴിച്ചത്. അതേസമയം കരിയറിൽ വളർച്ചയുണ്ടെങ്കിലും ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ റിമിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പിതാവിന്റെ അപ്രതീക്ഷിത മരണമാണ് റിമിയുടെ മനസ്സിലെ മായാത്ത മുറിവ്. ഗായികയുടെ വിവാഹബന്ധം വേർപിരിയലിൽ അവസാനിക്കുകയാണുണ്ടായത്. റിമിയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഇപ്പോൾ. ഏഷ്യാനെറ്റിന്റെ ഒരു ഷോയിൽ അതിഥിയായി വന്ന ഷാരൂഖ് ഖാൻ ആ ഷോയിൽ 100 കണക്കിന് താരസുന്ദരിമാരായിരുന്നിട്ടും തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തത് റിമി ടോമിയെയാണ്. റിമിയെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്ന് സ്വതസിദ്ധമായ തമാശ നിറഞ്ഞ ഡയലോഗ്. റോയ്സെ പൊയ്ക്കോ, ഞാൻ വരുന്നില്ലെന്ന്. ആർപ്പു വിളികളോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത്. എന്നാൽ ഈ ഡയലോഗ് അറം പറ്റുമെന്ന് അന്ന് റിമി ഓർത്തു കാണില്ല. റോയ്സും റിമിയും ഇണപിരിയാത്ത സൂപ്പർ ജോഡികളായാണ് എല്ലാവരും കണ്ടത്. സ്റ്റീഫൻ ദേവസിയുമായുള്ള ഒരു TV ഷോയിൽ സ്റ്റീഫൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് റിമി നൽകിയ ഉത്തരങ്ങളിൽ നിന്നും ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. ദേഷ്യം എന്നാൽ വിളിക്കുന്ന പേര് എന്താണെന്ന ചോദ്യത്തിന് തെറിയെന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ റോയ്സിന് അറിയില്ലെന്നും റിമി ടോമി വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴവുകളെക്കുറിച്ച് അവരൊന്നും വ്യക്തമാക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഡിവോഴ്സ് ഒരു തെറ്റും കുറ്റവുമല്ല. ആത്മാഭിമാനം അടിയറവ് വെക്കേണ്ട ഇടങ്ങളിൽ മരണത്തേക്കാൾ മനോഹരമാണത്. റിമി ഇപ്പോഴും അവിവാഹിതയായി കഴിയുകയാണെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി. കരിയറിൽ റിമി ടോമി നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ചും ആലപ്പി അഷ്റഫ് സംസാരിക്കുന്നുണ്ട്. ഒരു ഗായകൻ അവരുടെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇനി പാടാൻ കഴിയില്ലെന്ന് വിധി എഴുതി അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിക്കാതിരുന്നു. കൂടെ നിന്ന് ചതിച്ച അയാളുടെ ഫോൺ നമ്പർ പോലും റിമി ബ്ലോക്ക് ചെയ്തെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. ഒരു റിയാലിറ്റി ഷോയിൽ റിമി ജഡ്ജായി എത്തിയപ്പോൾ സീനിയർ ജഡ്ജിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം റിമിയെ കളിയാക്കി ആക്ഷേപിച്ചു. റിമി അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണെന്നും ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു. റോയ്സ് എന്നാണ് റിമി ടോമിയുടെ മുൻ ഭർത്താവിന്റെ പേര്. 2008 വിവാഹം. 11 വർഷങ്ങൾക്ക് ശേഷം 2019 ഇരുവരും വേർപിരിഞ്ഞു. വിവാഹമോചനത്തിന് ശേഷം തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് റിമി അധികം തുറന്ന് സംസാരിക്കാറില്ല. പാട്ടും സ്റ്റേജ് ടെലിവിഷൻ ഷോകളുമായി തിരക്കിലാണ് റിമി ടോമി എന്ന്. പലതവണ റിമിയുടെ വിവാഹം എന്ന് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട്. വിവാഹമുള്ളപ്പോൾ ഏവരെയും അറിയിക്കുമെന്ന് ഒരിക്കൽ ഗോസിപ്പുകളെ തള്ളിക്കൊണ്ട് റിമി ടോമി വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റിമിയുടെ പരിപാടി നടത്താൻ ആളുകൾ മത്സരിച്ചിരുന്നു. സിംഗപ്പൂരിൽ മലയാളി അസോസിയേഷന് വേണ്ടി ഞാൻ കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയിൽ റിമി പങ്കെടുത്തിരുന്നു. റിമിയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് കൂടിയായിരുന്നു അത്. ഈ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ റിമിയുടെ വീട്ടിൽ പോയപ്പോഴാണ് അവരുടെ മാതാപിതാക്കളെ പരിചയപ്പെടുന്നത്. റിമിയുടെ അമ്മയുടെയും അവരുടെ സ്വഭാവം ഒരുപോലെയായിരുന്നു. റിമി ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട് സൂപ്പർ ഹിറ്റായി. മേഷമാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിങ്ങമാസം എന്ന് തുടങ്ങുന്ന ഗാനം റിമിയും ശങ്കർ മഹാദേവും കൂടിയാണ് ആലപിച്ചത്. അങ്ങനെ പിന്നണി ഗായികയായി തുടക്കം കുറിച്ച റിമി 100-ലധികം ചിത്രങ്ങളിൽ പാടി. റിമിയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ അവരുടെ കലാപരമായ കഴിവ് മാത്രമല്ല, അവരുടെ സ്വഭാവം കൂടി ഒരു ഘടകമാണ്. ആരെയും വിഷമിപ്പിക്കാതെയുള്ള നല്ല പെരുമാറ്റം, നല്ല ഇടപെടൽ, തമാശ കലർന്ന സംസാരവും മറ്റുള്ളവരോടുള്ള വിനയവും ഇതൊക്കെ റിമിയുടെ സവിശേഷതകളാണ്. റിമിക്ക് കലാരംഗത്ത് ശത്രുക്കൾ കുറവാണ്. അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ സ്ക്രൂ അല്പം മുറുക്കാനുണ്ട് എന്ന് മാത്രമാണ് പറയുക. ചെറിയ പ്രശ്നത്തിൽ പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആളാണ് റിമി. ഒരിക്കൽ മദ്രാസിൽ എനിക്ക് വേണ്ടി അവർ പാടാൻ വന്നു. രഘുകുമാർ ആയിരുന്നു സംവിധായകൻ. അദ്ദേഹം നിശ്ചയിച്ച ഗായികയെ മാറ്റിയാണ് ഞാൻ റിമിക്ക് അവസരം നൽകിയത്. പാട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ കരയുന്ന റിമിയെയാണ് കണ്ടത്. കാരണം ചോദിച്ചെങ്കിൽ മറുപടി നൽകിയില്ല. തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റിന്റെ സമയമായതിനാൽ പെട്ടെന്ന് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. അകത്ത് കയറി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മ്യൂസിക് ഡയറക്ടർ അവരോട് ഒരു കാര്യവുമില്ലാതെ ദേഷ്യപ്പെട്ടെന്ന്. അദ്ദേഹം പറഞ്ഞ ഗായികയെ കൊണ്ട് പാടിക്കാത്ത ദേഷ്യം റിമിയോട് തീർത്തതാണെന്ന് മനസ്സിലായി. അതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായിരിക്കെ ഇതുപോലെ കരഞ്ഞിറങ്ങേണ്ടി വന്നിട്ടുണ്ട് റിമിക്ക്.
സീനിയർ ജഡ്ജിനൊപ്പം മാർക്കിട്ടപ്പോൾ അവർക്ക് ഹേർട്ടായതാണ്. അദ്ദേഹം റിമിയെ ആക്ഷേപിച്ചു. പിന്നീട് ഒരു ഗായകൻ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു. അന്ന് അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിച്ചില്ല. കൂടെ നിന്ന് ചതിച്ച അയാളുടെ ഫോൺ നമ്പർ പോലും റിമി സൂക്ഷിച്ചിരുന്നില്ലെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. അടുത്തിടെ ഒരു പരിപാടിയിൽ സംസാരിക്കവേ ചിങ്ങമാസം എന്ന ഗാനം തന്നിലേക്ക് എത്തിച്ചേർന്ന നിമിഷത്തെക്കുറിച്ചും റിമി ടോമി പറഞ്ഞിരുന്നു. തനിക്ക് അന്ന് വിദ്യാധരൻ മാസ്റ്റർ തന്ന 2000 രൂപയെക്കുറിച്ചും റിമി ഷോയിലൂടെ പറയുന്നുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഗാനമേളയിലൊക്കെ ഭാഗമാകുന്ന സമയം സ്കൂളിലൊക്കെ വെച്ചിട്ട് കലോത്സവങ്ങളിലും പള്ളിയിലെ കൊയറിലും ഒക്കെ പാടുന്ന കാലമാണ്. ഗാനമേള പല സ്ഥലങ്ങളിലുമൊക്കെ നടത്തിയിരുന്ന ആ സമയത്ത് ഒരിക്കൽ ഏലൂരിൽ ഈ ഗാനമേള വന്നു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ നാദൃഷയൊക്കെ ഈ ഗാനമേള കേൾക്കാൻ അവിടേക്ക് വന്നിരുന്നു. നാദൃഷ ഇക്കയുടെ അനുജനാണ് അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ നാദൃഷ ഇക്കയുടെ ട്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഞാൻ അവിടെ പാടിക്കൊണ്ടിരുന്ന സമയത്താണ് ഏഞ്ചൽ വോയിസിന്റെ ആദ്യ ട്രിപ്പ് ദുബായിലേക്ക് പോകുന്നത്. ഞാനും ഭാഗമായി. നാദൃഷയ്ക്കയുടെ കോൾ എനിക്ക് അവിടെ വെച്ചാണ് കിട്ടുന്നത്. പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, വിദ്യാജിയുടെ ഒരു പാട്ട് പാടാൻ അവസരമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ട്രയലിനും പോകാം എന്ന് പറഞ്ഞാണ് കോളും. അങ്ങനെ ഞാൻ എന്റെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ലാൽജോസ് സാറിനെ പോയി കണ്ടു. 2 മോഡിലുള്ള പാട്ട് ഞാൻ പാടി. എനിക്ക് ഓക്കെയാണ്, പക്ഷെ വിദ്യാജി ഓക്കെ പറയണമെന്ന് ലാൽജോസ് സാർ പറഞ്ഞു. അങ്ങനെ ഞാനും പപ്പയും കൂടി വർഷ വല്ലകി എന്ന സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് വിദ്യാജിയെ ഞാൻ കാണുന്നത്. എനിക്കാണെങ്കിൽ ഡബിൾ വോയിസ് ഒക്കെ വരുന്നതുമുണ്ട്. 2 വർഷക്കാലം തുടർച്ചയായി ഗാനമേളയ്ക്ക് പോയി ശബ്ദമൊക്കെ പോയിരുന്നു സമയമാണത്. വിദ്യാജി ശബ്ദത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ ഞാൻ ട്രയൽ പാടി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. എങ്കിലും ഇനിയും ആളുകൾ കേൾക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തിരിച്ചിറങ്ങുമ്പോൾ ഒരു 2000 രൂപയും എനിക്ക് അദ്ദേഹം തന്നു. പക്ഷെ പിന്നീട് മീശമാധവനിൽ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമായി ഞാൻ അതിനെ കണ്ടുവെന്നാണ് റിമി ടോമി പറഞ്ഞത്. റിമി ഇത് പറയുന്നതും കരച്ചിൽ അടക്കാൻ പാടുപെടുന്നതും വീഡിയോയിൽ കാണാം. മീശമാധവൻ എന്ന ചിത്രത്തിലെ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നണി ലോകത്തേക്ക് ചുവടുവയ്പ് നടത്തുന്നത്. ഈ ഗാനം സൂപ്പർ ഹിറ്റ് ആയതോടെ നിരവധി സിനിമകളിലേക്കാണ് റിമിക്ക് അവസരം ലഭിച്ചത്. അതേസമയം പലപ്പോഴും ചർച്ചയാകുന്ന വിവാഹമോചനം ആരുടെയും കുറ്റമല്ലെന്നും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നില്ലെന്നും റിമി ടോമി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളൊന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണവുമുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് തനിക്കിഷ്ടമെന്നും റിമി ടോമി പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നിലവിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് റിമിയുടെ നിലപാട്. അതേസമയം റോയ്സ് 2ാമത് വിവാഹം കഴിച്ചു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സോണിയെയാണ് റോയ്സ് വിവാഹം കഴിച്ചത്. അതേസമയം അടുത്തിടെ റിമി ടോമി വീണ്ടും വിവാഹിതയാകുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു. പിന്നാലെ പ്രതികരണവുമായി റിമി തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.